ഓഗസ്റ്റ് മാസത്തിൽ നടത്താനായിട്ട് പോകുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് പഠിക്കേണ്ടത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞൊരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ക്ലാസ്സുകളും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കടക്കാം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസിലേക്ക് നമുക്ക് പഠിക്കേണ്ട നമ്മുടെ സിലബസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലാണ് പോയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അറിയണം അല്ലേ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കിയേ. ഇതില് നമ്മുടെ GK വിഭാഗത്തിനകത്ത് എന്ന് പറയുമ്പോൾ GK വിഭാഗത്തിനകത്ത് നിന്ന് ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കിനാണ് കേട്ടോ. ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കിനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വരുന്നത്. അതുപോലെ തന്നെ ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിനാണ്. ഹിസ്റ്ററി 5, ജോഗ്രഫിയിൽ 5, അതുപോലെ തന്നെ എക്കണോമിക്സിന് 5 മാർക്കിനാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ചോദിക്കുന്നത് 5 മാർക്കിനാണ്. കൂടാതെ കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലാന്നുണ്ടെങ്കിൽ കേരളം ഭരണ സംവിധാനത്തിനകത്ത് നിന്ന് ചോദിക്കുന്നത് 5 മാർക്കിനാണ്. ലൈഫ് സയൻസിൽ നിന്ന് 3 മാർക്കിനാണ് കേട്ടോ. ലൈഫ് സയൻസിൽ നിന്ന് 3 മാർക്കിനാണ്. ഫിസിക്സിൽ നിന്ന് ചോദിക്കുന്നത്, ഫിസിക്സ് കെമിസ്ട്രി പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്. ആർട്ട് ആൻഡ് കൾച്ചർ, എന്താണ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്ന പോർഷനകത്ത് നിന്ന് നമുക്ക് ചോദ്യം വരുന്നത് എത്ര മാർക്കിനാണ്? 3 മാർക്കിനാണ് കേട്ടോ. ആർട്ട്, കൾച്ചർ, അതുപോലെ തന്നെ സ്പോർട്സ് എന്ന് പറയുന്ന പോർഷനകത്ത് നിന്ന് ചോദ്യം വരുന്ന 5 മാർക്കിനാണ്. 5 മാർക്കിനാണ് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിനകത്ത് നിന്നൊക്കെ ചോദ്യം വരുന്നത് 5 മാർക്കിനകത്താണ്. അതുപോലെ തന്നെ ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരം, IT നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരം അല്ലെങ്കിൽ ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് നമുക്ക് ചോദ്യം വരുന്നത് 3 മാർക്കിനാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണെന്ന് തന്നെ പറയാം. ഇമ്പോർട്ടന്റ് ആക്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടുകൾ ഏതിനകത്തുള്ള എഡ്യൂക്കേഷൻ പോളിസിക്കകത്തുള്ളത്, കൂടാതെ ഏതുണ്ട് നമ്മുടെ എഡ്യൂക്കേഷന്റെ കമ്മീഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ പഠിക്കണം. 13 മാർക്കിനാണ് അത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത്. 13 മാർക്കിനാണ്. കൂടാതെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് 15 മാർക്കിന് ചോദ്യം വരുന്നുണ്ട്. എത്രയാണ്? കറണ്ട് അഫയേഴ്സിൽ നിന്ന് എത്ര മാർക്കിന് വരുന്നുണ്ട്? 15 മാർക്കിനാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക്സ് അല്ലെങ്കിൽ മാത്സിൽ നിന്നും മെന്റൽ എബിലിറ്റിയിൽ നിന്നും റീസണിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് 10 മാർക്കിനാണ്. കൂടാതെ ഇംഗ്ലീഷിന് 10 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിന് ക്വസ്റ്റ്യൻ വരുന്നത് 10 മാർക്കിനാണ് കേട്ടോ. അപ്പൊ ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഏത് രീതിയിലാണെന്ന് മനസ്സിലായല്ലോ. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരളം ഭരണ സംവിധാനം, ഇത്രയും കാര്യങ്ങൾ 5 മാർക്കിനാണ്. ഓരോന്നും 5 മാർക്കിനാണ്. കൂടാതെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് 3 മാർക്കിന് വെച്ചാണ് ചോദിക്കുന്നത്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അതുപോലെ തന്നെ സ്പോർട്സിനകത്ത് നിന്ന് 5 മാർക്കാണ്. കമ്പ്യൂട്ടർ ബേസിസിൽ നിന്ന് 3 മാർക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടുകൾ, എഡ്യൂക്കേഷൻ പോളിസിയിലെ ആക്ടുകൾക്കകത്ത് നിന്നും കമ്മീഷൻസ് അകത്ത് നിന്നും 13 മാർക്കിന് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് 15 മാർക്കിന് വരുന്നുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 10 മാർക്ക് വെച്ചാണ്. ഇതാണ് നമ്മുടെ നിലവിലത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഈ ഒരു എക്സാമിനേഷന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെയും പല വീഡിയോസിലായിട്ടും നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടറിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് നിന്ന് നമുക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് നമുക്ക് സാധാരണ പഠിക്കാനുള്ളത് പോലെ തന്നെ കേരള ചരിത്രം പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എടുത്താൽ നമുക്ക് കവർ ചെയ്യുന്ന ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ വരവും തിരുവിതാംകൂർ രാജാക്കന്മാരും ഐക്യ കേരള പ്രസ്ഥാനവും ഒക്കെ തന്നെയാണ് അതിനകത്തും പഠിക്കാനുള്ളത്. ഇന്ത്യ ചരിത്രം പഠിക്കാനുണ്ട്. നമ്മുടെ എന്തൊക്കെയാണ് INC, ഗാന്ധിജി, സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ്, ഫോറിൻ പോളിസി, അതുപോലെ തന്നെ എന്താണ് സംസ്ഥാന പുനഃസംഘടന പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലോക ചരിത്രത്തിനകത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്ന വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്നാണ് ജോഗ്രഫിക്കകത്ത് നമ്മുടെ എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി എന്ന ചോദ്യങ്ങൾ വരുന്നത് ആ ഒരു ടോപ്പിക്കിനകത്ത് നിന്നാണ്. പിന്നെ ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ജോഗ്രഫി എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് നേരത്തെ നമ്മുടെ SIയുടെ ആ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പരീക്ഷ എടുത്താൽ ജോഗ്രഫിക്കകത്ത് വരുന്ന
കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫിയാണ് പഠിക്കാനുള്ളത്. വേൾഡ് ജോഗ്രഫി പഠിക്കേണ്ട. പിന്നെ നമുക്ക് എക്കണോമിക്സിനകത്ത് നിന്ന് 5 മാർക്കിന് വരുന്നുണ്ട്. എക്കണോമിക്സിനകത്ത് നിന്ന് നമുക്ക് സ്ഥിരം പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പഞ്ചവത്സര പദ്ധതിയും നിതി ആയോഗും അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും വിവിധ വിളകളും നമ്മുടെ GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ എക്കണോമിക്സിനകത്ത് നിന്ന് പഠിക്കാനുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയിൽ നിന്ന് മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കേരളം ഭരണ സംവിധാനത്തിനകത്ത് നിന്ന് നമുക്ക് 5 മാർക്കിനാണ് കേരളം ഭരണ സംവിധാനത്തിനകത്ത് നിന്ന് ചോദിക്കുന്നത്. ലൈഫ് സയൻസ് നമുക്കറിയാം, വൈറ്റമിൻസിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബേസിക് ഫാക്റ്റുകളും അതുപോലെ രോഗങ്ങൾ, രോഗകാരികൾ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫ് സയൻസിൽ നിന്ന് 3 മാർക്കിന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും 3 മാർക്ക് എന്ന് പറയുമ്പോൾ 9 മാർക്കിനകത്ത് നിന്നാണ് സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് 9 മാർക്കിനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് പരീക്ഷയ്ക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, നമ്മുടെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആണ് അല്ലേ. അപ്പോൾ ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റുകൾ, അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് ആർട്സിനകത്ത് പഠിക്കാനുണ്ട്. ഇവന്റ്സ് അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതൊക്കെയാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവന്റ്സ് അവാർഡുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ, ഫേമസ് ട്രോഫീസ്, ഇപ്പോൾ സന്തോഷ് ട്രോഫി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓരോ സ്പോർട്സ് ഇവന്റ്സിലും എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ ഓരോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങൾ, അങ്ങനെയുള്ള കാര്യം, ഇപ്പോൾ ചെക്ക്മേറ്റ് ചെസ്സുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇതിനകത്ത് നിന്ന് പഠിക്കാനുണ്ട്. പിന്നെ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, നാഷണൽ ഗെയിംസ് എന്നീ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, സ്പോർട്സിൽ നിന്ന് കവർ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ വരുന്നത് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ ലിറ്ററേച്ചറിനകത്ത് നിന്ന് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ, എഴുത്തുകാര്, വർക്കുകൾ, ഫേമസ് കോട്ടുകൾ ചോദിക്കും. ജേർണലിസം ഇൻ കേരള, അവാർഡുകൾ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് മലയാളം ലിറ്ററേച്ചറിനകത്ത് നിന്ന് ചോദ്യം വരും. പിന്നെ കൾച്ചർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഏതൊക്കെയാണ്, സെന്റേഴ്സ്, വർഷിപ്പ് പ്ലേസുകൾ എന്നീ കാര്യങ്ങൾ നമുക്ക് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് എക്സാം ഉണ്ടാവും. ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ തെറ്റുകൾ എന്നീ കാര്യത്തിനകത്ത് നിന്നൊക്കെ 3 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. പിന്നെ വരുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് ആക്ട്സ് ഇൻ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് കമ്മീഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിനകത്ത് നിന്ന് 13 മാർക്കിനകത്താണ് ചോദ്യങ്ങൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ വരുന്നത് നമ്മുടെ എന്താണ്, എഡ്യൂക്കേഷൻ കമ്മീഷൻ ആക്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എന്താണ് വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയാണ്. അതിനകത്ത് ഒരുപാട് കമ്മീഷൻ, UGC, അതുപോലെ തന്നെ എന്താണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, നാഷണൽ നോളജ് കമ്മീഷൻ പോലുള്ള ഒരുപാട് കമ്മീഷൻസ് നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഏകദേശം 13 മാർക്കിനാണ് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ, ഇതും അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 13 മാർക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനകത്ത് നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന രീതിയിൽ അത്രയും കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് പോവുക. പിന്നെ കറണ്ട് അഫയേഴ്സ് 15 മാർക്കിന് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്കിനാണ്. ഇംഗ്ലീഷ് 10 മാർക്കിനാണ്. അതുപോലെ തന്നെ മലയാളം 10 മാർക്കിനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്ക് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യക്തമായി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഏതൊക്കെ പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ചുമ്മാ വലിച്ചുവാരി പഠിച്ചിട്ട് കാര്യമില്ല. മാർക്ക് അനുസരിച്ച്, മാർക്ക് അറിഞ്ഞ് കളവറിഞ്ഞ് കളിക്കണമിനി അല്ലേ, എങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റൊക്കെ കിട്ടിയ മെയിൻസ് എഴുതാൻ പോകുന്ന പ്രിലിംസ് കിട്ടിയ സുഹൃത്തുക്കളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊന്ന് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കയറുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.